കഴിഞ്ഞ എപ്പിസോഡിൽ ആർക്കോ വെടിയേൽക്കുന്നതായിട്ട് കാണിച്ചിരുന്നില്ലേ? അതിൽ നിന്നാണ് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വേറെ ആർക്കുമല്ല, ആ കിഡ്നാപ്പർ സയോനെ വെടിവെച്ച സൗണ്ട് ആയിരുന്നു അത്. കിഡ്നാപ്പർ വെടിവെച്ചപാടെ പോലീസ് എല്ലാവരും ആ കിഡ്നാപ്പറെ പിടിച്ചു മാറ്റുന്നുണ്ട്. ഹീജു ആണെങ്കിൽ വെടി കൊണ്ട് ചോരയിൽ കുളിച്ച് വീണ് കിടക്കുന്ന സയോന്റെ അടുത്തേക്ക് വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സീൻ സ്വപ്നം കൊണ്ടാണ് ഹീജു ഞെട്ടി എഴുന്നേൽക്കുന്നത്. അവൾ എഴുന്നേറ്റ പാടെ അവളുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. വേറെ ആരുമല്ല, ഹൊക്ജിൻ ആയിരുന്നു അത്. ന്യൂസ് ഒന്നും നീ അറിഞ്ഞില്ലേ എന്ന് ഹൊക്ജിൻ ചോദിക്കുമ്പോൾ, ഇല്ല ഞാൻ അറിഞ്ഞില്ല, ഇപ്പൊ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് വരാൻ പറയുമ്പോൾ, വേണ്ട, ഇവിടെ എല്ലാ മീഡിയാസും ഉണ്ട്. കാര്യം എന്തെന്നാൽ അവൻ ഇവിടെ ഇല്ല. ഇവര് പറയുന്നത് സയോനെ കുറിച്ചാണ്. സയോൻ ആണെങ്കിൽ ചെയർമാൻ പെക്കിൽ നിന്ന് കിട്ടിയ അവന്റെ എല്ലാ സ്വത്തുക്കളും ഓരോരുത്തർക്കായിട്ട് ഡൊണേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, സ്പോക്സ് പേഴ്സൺ എന്ന സ്ഥാനത്ത് നിന്ന് സയോൻ റിസൈൻ ചെയ്യുകയും ചെയ്തു. ഇപ്പോ അവന്റെ ഓഫീസിൽ നിന്നും അവൻ്റെതായ സാധനങ്ങളൊക്കെ അവിടുന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ സ്റ്റാഫൊക്കെ സങ്കടത്തോടു കൂടി അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ യൂറിയും സാങ്കുവും കൂടി ഓർഫനേജിലെ കുട്ടികളെ വിസിറ്റ് ചെയ്യാൻ പോയിരിക്കുകയാണ്. അവിടുത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു കുട്ടിയാണെങ്കിൽ, ഞാൻ ഒരുപാട് ഫുഡ് കഴിച്ചോട്ടെ എന്ന് യൂറിയോട് ചോദിക്കുമ്പോൾ യൂറി പറയുന്നു, നിനക്ക് എത്ര വേണമെങ്കിലും കഴിച്ചോ, കഴിച്ചാലല്ലേ നിനക്ക് വലുതാവാൻ പറ്റൂ എന്ന് പറയുമ്പോൾ ആ കുട്ടി പറയുന്നു, ഞാൻ സാങ്കുവിനേക്കാട്ട് ഹൈറ്റ് വെക്കും, സാങ്കുവിനേക്കാട്ട് കൂളാവുകയും ചെയ്യും, അതുകൊണ്ട് യൂറിയോട് സാങ്കുവിന് മാരി ചെയ്യരുത് എന്ന് പറയാണ്. ഇത് കേട്ട സാങ്കു ആണെങ്കിൽ ആ കുട്ടിയുടെ വായിലേക്ക് ഒരു ഡ്രിങ്ക്സ് വെച്ച് കൊടുത്തിട്ട്, നീ അത്രയ്ക്ക് പെട്ടെന്ന് വലുതാവൊന്നും വേണ്ട, കുട്ടിയായിട്ട് തന്നെ ഇരുന്നാൽ മതി എന്ന് പറയുന്നു. സാങ്കുവും ആ കുട്ടിയും കൂടി കോമ്പറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് യൂറി ചിരിക്കുകയാണ്. സാങ്കു യൂറിയോട് ചോദിക്കുകയാണ്, നീ ന്യൂസ് കണ്ടിരുന്നോ? സയോൻ അവന്റെ സ്വത്തുക്കളൊക്കെ ഡൊണേറ്റ് ചെയ്തു എന്നത്. ഈ ഓർഫനേജിലേക്കും കുറച്ച് ഡൊണേഷൻ കിട്ടിയിട്ടുണ്ട്. ഇത് കേട്ട് യൂറി, സയോനാണ് ഡൊണേറ്റ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ, ആരാ ഡൊണേറ്റ് ചെയ്തത് എന്നറിയില്ല, പക്ഷെ സയോൻ അല്ലാതെ വേറെ ആരാവാൻ എന്നാണ് സാങ്കു പറയുന്നത്. എല്ലാ സ്വത്തുക്കളും ഡൊണേറ്റ് ചെയ്യുക, സ്പോക്സ് പേഴ്സൺ എന്ന സ്ഥാനത്ത് നിന്ന് റിസൈൻ ചെയ്യുക, ഇപ്പൊ സയോൻ എവിടെയാ എന്ന് കൂടി അറിഞ്ഞൂടാ. എല്ലാം കൂടി നോക്കുമ്പോൾ ഈ ലോകത്ത് തന്നെ സയോൻ അപ്രത്യക്ഷമായതുപോലെ തോന്നുന്നു എന്നാണ് യൂറി പറയുന്നത്. ഇത് കേട്ട് സാങ്കു, ശരിയാണ്, പെക്സവൻ മരിച്ചു കഴിഞ്ഞല്ലോ എന്ന് പറയുന്നു. അപ്പൊ യൂറിയും, അതെ, അവ മരിച്ചു എന്നാണ് പറയുന്നത്. ഇനി ഒരു മാസം മുമ്പ് യൂറി ന്യൂസ് റിപ്പോർട്ട് വായിക്കുന്നതാണ് കാണിക്കുന്നത്. പെക്സോന്റെ വൈഫായ ഹൊങ്ഹീജു 4 ദിവസത്തിന് ശേഷം സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തി എന്നാണ് യൂറി ന്യൂസ് വായിക്കുന്നത്. ചെയർമാൻ പെക്കിനെ കൊന്നതിനും ഹീജുവിനെ കൊല്ലാൻ ശ്രമിച്ചതിനുമായിട്ട് സയോന്റെ അമ്മയായ ക്യുജിനെ അറസ്റ്റ് ചെയ്തു എന്നും, ഇതേ വധശ്രമത്തിന് സഹായിച്ച അവരുടെ അസിസ്റ്റന്റായ മിന്നിനെയും അറസ്റ്റ് ചെയ്തു എന്നും, മിന്ന് താനാണ് ഹീജുവിന്റെ കാറ് പുഴയിലേക്ക് തള്ളിയിട്ടതെന്നും, ഹീജുവിന്റെ ഫോണും കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ എവിടെയായിട്ട് എറിഞ്ഞത് താനാണെന്നും മിൻ സമ്മതിച്ചിരിക്കുകയാണ്. സയോനെ നിരന്തരമായി വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ഹീജുവിനെ കിഡ്നാപ്പ് ചെയ്യുകയും ചെയ്ത ആ കിഡ്നാപ്പറെ പോലീസ് ഹീജുവിനെ കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് തന്നെ പോലീസ് വെടിവെച്ചു കൊന്നു എന്നൊക്കെയാണ് ന്യൂസിൽ വായിക്കുന്നത്. ഈ ന്യൂസൊക്കെ ജയിലിലിരുന്ന് കണ്ട ക്യുജിൻ തന്റെ മകൻ മരണപ്പെട്ട വാർത്ത കണ്ട് അവിടെ തകർന്നിരുന്നു പോകും. കിഡ്നാപ്പറെ മുറിയിൽ പൂട്ടിയിട്ട സമയത്ത് കിഡ്നാപ്പർ ഡോർ തുറക്കാൻ വേണ്ടി പറയുമ്പോൾ ക്യുജിൻ അവനോട് പറഞ്ഞിരുന്നത്, ഞാൻ നിന്നെ പൂട്ടിയിടുകയല്ല, ഞാൻ നിന്നെ സംരക്ഷിക്കുകയാണ്, ഇനിയും നിന്നെ നഷ്ടപ്പെടാൻ എനിക്ക് ആഗ്രഹമില്ല, ചെറുപ്പത്തിൽ ഞാൻ ഇതുപോലെ നിന്നെ പൂട്ടിയിട്ടിരുന്നെങ്കിൽ അന്ന് എനിക്ക് നിന്നെ നഷ്ടപ്പെടില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്യുജിൻ അവിടെ ഇരുന്ന് കരയുകയാണ്. ഇത് കേട്ട് ആ കിഡ്നാപ്പറും കരയുന്നുണ്ട്. ഇതോർത്തുകൊണ്ട് ജയിലിരിക്കുന്ന ക്യുജിൻ തനിക്ക് വീണ്ടും തന്റെ മകനെ നഷ്ടമായല്ലോ, സംരക്ഷിക്കാൻ പറ്റില്ലല്ലോ എന്നോർത്ത് നെഞ്ച് തകർന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സയോന്റെ അച്ഛനാണെങ്കിൽ മീഡിയയുടെ മുന്നിൽ പുതിയ ഡ്രാമയായിട്ട് വന്നിരിക്കുകയാണ്. തന്റെ ഫാമിലിയുടെ കുറെ രഹസ്യങ്ങൾ പുറത്തു വരികയും ചെയ്തു. മരിച്ചു എന്ന് വിചാരിച്ച തന്റെ മകൻ ജീവനോടെ പിന്നീട് വരികയും ചെയ്തു. ഇങ്ങനെ കുറെ കാര്യങ്ങൾ നടന്നത് കാരണം താൻ ഇനി പെക് ഫാമിലിയുടെ കീഴിൽ ഇലക്ഷന് പങ്കെടുക്കില്ല എന്നും, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് പെക്യുയൻ എന്ന പേരിൽ ആണ് മത്സരിക്കുന്നത് എന്നും, തന്റെ എല്ലാ തെറ്റുകളും ക്ഷമിച്ച് തനിക്ക് വോട്ട് നൽകണം എന്നും പറഞ്ഞ് മീഡിയയുടെ മുന്നിൽ പറയുകയാണ്. അങ്ങനെ ഹീജു ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ടി-വിയിൽ ന്യൂസിൽ ഇലക്ഷൻ റിസൾട്ട് കാണിക്കുന്നുണ്ട്. പെക്യുങ്ങിനാണെങ്കിൽ ആകെ 3.4% വോട്ടേ കിട്ടിയിട്ടുള്ളൂ. തന്റെ ഫാദർ ഇൻ ലോയെ കൊന്ന കുറ്റത്തിനും ഹീജുവിനെ കൊല്ലാൻ ശ്രമിച്ചതിനുമായിട്ട് ക്യുജിന് കോടതി ജീവപര്യന്ത ശിക്ഷ വിധിക്കുകയാണ്. വിക്ടിമായ ഹീജു അവരുടെ സെക്രട്ടറിയായ മിന്നിന് ശിക്ഷ കൊടുക്കാൻ ആഗ്രഹിക്കുന്നതിനാൽ മിന്നിന്റെ ശിക്ഷാ കാലാവധി 5 വർഷമായിട്ട് മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ പെക് ഫാമിലി അവിടെ അവസാനിച്ചിരിക്കുകയാണ്. ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഹീജു അതിൽ അവനും അവളും എടുത്ത ഫോട്ടോ ഹാങ് ചെയ്തിരുന്നു. ആ ഫോട്ടോ നോക്കിക്കൊണ്ട്, നീയാണെങ്കിൽ നിനക്ക് ഈ ലോകത്തുള്ള എല്ലാം ഉപേക്ഷിച്ച് എവിടേക്കും മാഞ്ഞു പോയിരിക്കുന്നു എന്നും പറഞ്ഞ് ആ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഹീജു ദോജയെ കാണാൻ വന്നിരിക്കുകയാണ്. നിനക്കിപ്പോ എങ്ങനെയുണ്ട് എന്ന് ഹീജു ചോദിക്കുമ്പോൾ, നീ എന്തിനാ എന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരുന്നത്? നിന്റെ ഹസ്ബൻഡിനെ ചതിച്ച ആളാണ് ഞാൻ എന്ന് നിനക്ക് അറിയില്ലേ എന്ന് ദോജ ചോദിക്കുമ്പോൾ, അതെനിക്കറിയാം, പക്ഷേ ആ ചതി അറിയുന്നതിന് മുമ്പ് വരെ സയോൻ ഏറ്റവും കൂടുതൽ വിളിച്ചിരുന്നത് നിന്നെയാണ്, ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും നിന്നോടാണ് എന്നാണ് ഹീജു പറയുന്നത്. നിങ്ങൾ സംസാരിക്കുന്നതിനിടയ്ക്ക് സയോൻ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാറുണ്ടോ എന്ന് ഹീജു ചോദിക്കുമ്പോൾ, തന്നെ റിവെഞ്ച് എല്ലാം കഴിഞ്ഞാൽ ഈ ലോകത്ത് നിന്ന് തന്നെ അപ്രത്യക്ഷമാകും എന്നായിരുന്നു സയോൻ പറയാറുള്ളത്.
പിന്നീട് അത് മാറ്റി തന്റെ റിവെഞ്ച് ഒക്കെ കഴിഞ്ഞാൽ അപ്രത്യക്ഷമാകില്ല, പകരം താൻ ജീവനത്തുല്യ സ്നേഹിക്കുന്ന ആളുടെ കൂടെ ഇനി ജീവിതം നയിക്കും എന്നായിരുന്നു സയോൺ പറഞ്ഞിരുന്നത്. സയോൺ ഇപ്പൊ അപ്രത്യക്ഷമായത് റിവെഞ്ച് എല്ലാം കഴിഞ്ഞതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അതിന് പിന്നിലെ എന്തെങ്കിലും വലിയ റീസൺ ഉണ്ടാകും എന്നാണ് ദോജെ ഹീജുനോട് പറഞ്ഞു കൊടുക്കുന്നത്. ദോജയോട് സംസാരിച്ചതിന് ശേഷം ഹീജു അവിടുന്ന് പോകുമ്പോൾ അവിടെ വെച്ച് തന്നെ കാങ്ങിനെ കണ്ടുമുട്ടുകയാണ്. ഹീജു മാത്രമല്ല, കാങ്ങും ദോജയെ കാണാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് അവിടേക്ക് വരാറുണ്ട്. സയോൺ മിസ്റ്റർ കാങ്ങിനോടായിരുന്നല്ലോ റിലേഷൻഷിപ്പ് അഡ്വൈസ് ഒക്കെ ചോദിച്ചിരുന്നത്. അതൊക്കെ അവിടെ വെച്ച് കാങ് ഹീജുനോട് പറയുകയാണ്. സ്പോക്സ് പേഴ്സൺ എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് കപ്പിൾസ് തമ്മിൽ അഫെക്ഷൻ കാണിക്കുന്നത്, തൻ്റെ വൈഫിനോട് എങ്ങനെയാണ് സ്നേഹം കാണിക്കേണ്ടത് എന്നൊക്കെ. ഇത് കേട്ട് ഹീജു എനിക്ക് ഇനിയും കേൾക്കണം എന്ന് പറയുമ്പോൾ അവിടെ ഇരുന്ന് കാങ് അവൾക്ക് സയോൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് പറയുമ്പോൾ കാങ്ങും ഹീജു നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് സയോൻ ഒരുപാട് മിസ് ചെയ്യുന്നുമുണ്ട്. ഇപ്പൊ ഹീജു ആണെങ്കിൽ ക്രിസ്മസ് ആയിട്ട് അവരുടെ അച്ഛനെയും കൊണ്ട്, എന്ന് വെച്ചാൽ അവരുടെ യഥാർത്ഥ അച്ഛനെയും കൊണ്ട് അച്ഛൻ്റെ ഫേവറേറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഫേവറേറ്റ് റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അവിടുത്തെ സ്റ്റാഫ് അവർക്ക് ഫുഡ് സെർവ് ചെയ്യുമ്പോൾ ഹീജുവിൻ്റെ അച്ഛനെ കണ്ട് കുറേ ആയല്ലോ കണ്ടിട്ട് എന്ന് പറയുമ്പോൾ ഹീജു അച്ഛനോട് ചോദിക്കുന്നു അച്ഛൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ എന്ന്. അപ്പോൾ അവളുടെ അച്ഛൻ പറയുന്നു എനിക്ക് ഈ ഫുഡ് വളരെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ എന്നെ ഇവിടെ കൊണ്ടുവരാൻ പറയാറ് എന്ന്. ആരാ അച്ഛനോട് കൊണ്ടുവന്നേ എന്ന് ഹീജു ചോദിക്കുമ്പോൾ എൻ്റെ മരുമകൻ എന്നാണ് ഹീജുവിൻ്റെ അച്ഛൻ പറയുന്നത്. എല്ലാ ബർത്ത്ഡേക്കും ഹീജുവിൻ്റെ അച്ഛനെ സയോൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ആ റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുവരാറുണ്ടായിരുന്നു. താൻ പോലും അറിയാതെ എത്ര കെയറോടെയും സ്നേഹത്തോടെയുമാണ് സയോൻ തൻ്റെ അച്ഛനെ നോക്കുന്നത് എന്നോർത്ത് ഹീജുവിന് വളരെ സങ്കടം വരുന്നു. അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് ഹീജു വീട്ടിലെത്തുന്നു. അവളുടെ വീട്ടിൽ കോണിംഗ് ബെൽ റിംഗ് ചെയ്യുമ്പോൾ സയാനാണോ എന്ന് വിചാരിച്ച് അവൾ ഓടിപ്പോകുമ്പോൾ അത് ഇനയായിരുന്നു. ഇന അവളോട് അവളുടെ കൂടെ വീട്ടിലേക്ക് വരാനാണ് പറയുന്നത്. നീ എത്ര കാലം ഈ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കും? നിനക്ക് അച്ഛനെയും അമ്മയും കാണാൻ ഇഷ്ടമില്ലെങ്കിൽ എൻ്റെ കൂടെ വാ, നമുക്കൊരു ട്രിപ്പ് പോയി വരാം എന്നാണ് ഇന പറയുന്നത്. ഇത് കേട്ട് ഹീജു എന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ വീട് വിട്ട് എവിടേക്കും വരില്ല. ഒരുപക്ഷെ ഞാൻ ഈ വീട് വിട്ട് പോകുന്ന സമയത്താണെങ്കിലോ സയോൻ ഇങ്ങോട്ട് വരുന്നത്. ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചാൽ ഞങ്ങൾക്ക് പരസ്പരം കാണാൻ പറ്റില്ലല്ലോ. എനിക്ക് ഓർമ്മയുണ്ട്, റെസ്ക്യൂ ചെയ്തതിനു ശേഷം ഞാൻ ഒരുപാട് ദിവസം ഹോസ്പിറ്റലിൽ ബോധമില്ലാതെ കിടന്ന സമയത്ത് സയോൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എപ്പോഴൊക്കെ ഞാൻ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോഴും സയോൻ എൻ്റെ കൺമുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അവസാന ദിവസം ഞാൻ സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേറ്റപ്പോൾ സയോൻ എന്നോട് പറഞ്ഞിരുന്നത് ഇതൊക്കെ ഒരു സ്വപ്നമാണ് എന്നാണ്. നിനക്ക് വെടിവേൽക്കുന്നതായി ഞാൻ സ്വപ്നം കണ്ടു എന്ന് ഞാൻ അവനോട് പറഞ്ഞപ്പോൾ എനിക്കൊന്നും പറ്റിയിട്ടില്ല, ഞാൻ നിന്റെ അടുത്ത് തന്നെയുണ്ട് എന്നാണ് അവൻ പറഞ്ഞിരുന്നത്. അത് എനിക്ക് ഒരുപാട് ആശ്വാസമായിരുന്നു. സത്യത്തിൽ അന്ന് വെടി കൊണ്ടത് സയോൻ ആയിരുന്നില്ല, പോലീസ് കിഡ്നാപ്പറെ വെടിവെച്ച സൗണ്ടായിരുന്നു അത്. പിന്നെ സയോന് വെടികൊണ്ടത് ഹീജു സ്വപ്നം കണ്ട കാര്യം മാത്രമാണ്. അവൻ പോയിട്ട് ഓൾറെഡി 6 മാസമായി. ഇനിയും നീ അവനെ ഓർത്തിരിക്കുകയാണോ? അവനെ മറന്നേക്ക്, അവൻ ഇനി വരില്ല എന്ന് ഇന പറയുന്നത് കേട്ട് ഹീജു ടെൻഷനോടെ ഇനയോട് നീ എന്താ അങ്ങനെ പറഞ്ഞത്? അവൻ എന്തെങ്കിലും നിന്നോട് പറഞ്ഞിരുന്നോ? അവൻ എന്താ ഇനി വരില്ല എന്ന് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നു. ഇത് കേട്ടീന എനിക്ക് എന്താ എന്നൊന്നും നിന്നോട് പറയാൻ പറ്റില്ല, എനിക്ക് ഇത്ര മാത്രമേ നിന്നോട് പറയാൻ പറ്റൂ. ഇനി നീ അവനെ കാത്തിരിക്കണ്ട, അവൻ ഒരിക്കലും വരില്ല എന്ന് പറയുന്നു. ഇത് കേട്ട് ഹീജു ആണെങ്കിൽ എനിക്ക് അവനെ വേണം എന്നും പറഞ്ഞ് പൊട്ടിക്കരയുന്നു. കരയുന്ന ഹീജുവിനെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്നറിയാതെ ഇന അവളുടെ കൂടെ ഇരിക്കുന്നു. അന്നങ്ങനെ രാത്രി വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് ഹീജുവിന്റെ ഫോണിലേക്ക് ഇന്റർനാഷണൽ കോൾ വരുന്നത്. അവള് ഹലോ ചോദിച്ച് ഒന്നും പറയാതെ അവിടുന്ന് കട്ട് ചെയ്തത് കാരണം അത് സയോനാണോ എന്ന് വിചാരിച്ച് അവൾ ആ നമ്പറിലേക്ക് തിരിച്ചു വിളിക്കുന്നു. പക്ഷെ ആ നമ്പറിൽ കിട്ടാത്തത് കാരണം ആ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന 604 എന്നുള്ളത് ഏത് കൺട്രി കോഡാണ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ആർഗൻ എന്നുള്ള കൺട്രിയിൽ നിന്നാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. ഹീജു ഈ കാര്യമൊക്കെ പറയാൻ വേണ്ടി ഹൊക്ചിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. നിനക്ക് ആർഗനിൽ നിന്ന് കോൾ വന്നോ എന്ന് ഹൊക്ചിൻ ചോദിക്കുമ്പോൾ കോള് മാത്രമല്ല, ഒരു ദിവസം എനിക്ക് പോസ്റ്റും വന്നിരുന്നു എന്ന് പറയുന്നു. ആർഗനിലുള്ള ഒരു സൈൻ ലാംഗ്വേജ് സ്കൂളിൽ ഹീജുവിന്റെ പേരിൽ ഒരു ഡൊണേഷൻ കിട്ടിയതിന്റെ ഒരു പോസ്റ്റ് ഹീജുവിന് വന്നിരുന്നു. അതും ഹീജു ഹൊക്ചിന് കാണിച്ചു കൊടുക്കുന്നു. എത്ര രൂപയാണ് നീ ഡൊണേറ്റ് ചെയ്തത് എന്ന് ഹൊക്ചിൻ ചോദിക്കുമ്പോൾ 2 ബില്യൺ എന്ന് ഹീജു പറഞ്ഞത് കേട്ട് 2 ബില്യണോ, നിന്റെ അടുത്ത് അത്രയ്ക്ക് പൈസയൊക്കെ ഉണ്ടോ എന്ന് ഹൊക്ചിൻ ചോദിക്കുന്നത് കേട്ട് ഞാനല്ലേ ഡൊണേറ്റ് ചെയ്തത് എന്ന് പറഞ്ഞില്ലേ, നീയും അവനും ആർഗനിൽ ഒരുമിച്ചായിരുന്നില്ല വാറിന് പോയിരുന്നത് എന്ന് ഹീജു ചോദിക്കുമ്പോൾ നീ സയോനെ കുറിച്ചിട്ടാണോ പറയുന്നത്, അവനാണ് ഇതൊക്കെ ചെയ്തത് എന്ന് ഹൊക്ചിൻ ചോദിക്കുമ്പോൾ പിന്നെ വേറെ ആര് ചെയ്യാൻ ഇതൊക്കെ എന്നാണ് ഹീജു പറയുന്നത്. ആർഗനിൽ നിന്ന് കോള് വരുന്നു, ആർഗനിൽ നിന്ന് പോസ്റ്റ് വരുന്നു, ഞാൻ കിഡ്നാപ്പറുടെ ഫോണിൽ നിന്ന് സയോനെ വിളിച്ചത് 406 എന്ന നമ്പറിൽ നിന്ന്, ഇപ്പം എനിക്ക് കോൾ വന്നത് 604 എന്ന നമ്പറിൽ നിന്ന്, ഇതൊക്കെ കോയിൻസിഡൻസ് ആണോ എന്നാണ് ഹീജു ഹൊക്ചിനോട് ചോദിക്കുന്നത്. നീ ഈ കോൾ വന്നതും പോസ്റ്റ് വന്നതും കണ്ട് ആർഗനിലേക്ക് പോകാൻ പോവുകയാണോ? നിനക്കറിയില്ലേ അത് വാർ നടക്കുന്ന സ്ഥലമാണ്, അവിടെ പോയാൽ നീ മരിച്ചു പോകും എന്ന് പറയുന്നത് കേട്ട് ഹീജു
ഇവിടെ അവനെ വെയിറ്റ് ചെയ്തുകൊണ്ട് മരിക്കുന്നതും അവിടെ പോയി വെടി കൊണ്ട് മരിക്കുന്നതും തമ്മിൽ എനിക്കൊരു വ്യത്യാസം തോന്നുന്നില്ല. അതുകൊണ്ട് നിനക്ക് അറിയുന്നതൊക്കെ പറഞ്ഞതാ എന്നാണ് പറയുന്നത്. അവന് സൺസെറ്റ് ഒരുപാട് ഇഷ്ടമാണ്. അവന്റെ വാൾപേപ്പർ നീ കണ്ടിട്ടില്ലേ? ആറുകളിൽ നല്ല സൺസെറ്റ് കാണുന്ന സ്പോട്ട് ഉണ്ട്. അവിടേക്ക് അവൻ എപ്പോഴും പോകുമായിരുന്നു. അവിടുത്തെ സൺസെറ്റിന്റെ ഫോട്ടോ ഒക്കെ അവൻ ഫോണിൽ എടുക്കാറുണ്ടായിരുന്നു എന്നൊക്കെ ഹോക്ജിൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഹീജു ആറുകളിൽ എത്തിയിരിക്കുകയാണ്. അവിടുത്തെ ആകാശം കാണുമ്പോൾ ഹീജുവിന് ഓർമ്മ വരുന്നത് ചെറുപ്പത്തിൽ അവളെ എടുത്തു പോകുമ്പോൾ ആകാശം കണ്ട് സയൻ അവളോട് പറഞ്ഞിരുന്നില്ലേ, ആകാശം കാണാൻ നിന്റെ കവിള് പോലെ ചുവന്നിരിപ്പുണ്ട് എന്ന്. ഇപ്പോഴും ആകാശം കാണാൻ അതേമാതിരിയുണ്ട്. അങ്ങനെ ഹീജു അവൾക്ക് കൊറിയർ വന്ന ആ സൈൻ ലാംഗ്വേജ് സ്കൂളിലേക്ക് പോയിരിക്കുകയാണ്. ആ സ്കൂൾ ഡയറക്ടറോട് സയോന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഈ ആളാണോ എൻ്റെ പേര് ഡൊണേറ്റ് ചെയ്തത് എന്ന് ഹീജു ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഡൊണേഷൻ കിട്ടി എന്നുള്ളതൊക്കെ ശരിയാണ്, പക്ഷെ ആൾ പേഴ്സണലി വന്ന് ചെയ്തതല്ല എന്നാണ് ആ ഡയറക്ടർ അവരോട് പറയുന്നത്. ഇവിടെ സൺസെറ്റ് കാണാൻ പറ്റിയ നല്ല സ്പോട്ട് ഏതാണ് എന്ന് ഹീജു ചോദിക്കുമ്പോൾ ആ ഡയറക്ടർ ഒരു സ്പോട്ട് പറഞ്ഞിട്ട് അവിടെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, പക്ഷേ ഇപ്പം അവിടേക്ക് പോകാൻ പറ്റില്ല, അവിടെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്, അവിടെ ടെററിസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഹീജു ആണെങ്കിൽ സയോനെ കണ്ടേ അടങ്ങൂ എന്ന് പറഞ്ഞു വന്നതാണല്ലോ. അവള് ആ സ്ഥലത്തേക്ക് പോകുന്നു. അവര് പറഞ്ഞ പോലെ തന്നെ അവളെ ടെററിസ്റ്റ് പിടിച്ചിരിക്കുന്നു. അങ്ങനെ അവളെയും കൂടെ വേറെ കുറച്ച് ടൂറിസ്റ്റിനെയും കണ്ണും കയ്യും കെട്ടി ആ ടെററിസ്റ്റ് വണ്ടിയിൽ എങ്ങോട്ടോ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടി പെട്ടെന്ന് എന്തിലോ ചെന്ന് ഇടിച്ച് അത് നോക്കാൻ വേണ്ടി അവരുടെ കൂടെ ടെററിസ്റ്റ് ഒക്കെ ഇറങ്ങി പോകുന്നു. ആ സമയം ഒരു കാറ് വന്ന് ആ കാറിലുള്ള ആള് ആ വണ്ടിയിലുള്ള എല്ലാവരുടെയും കയ്യിലെ കെട്ടും കണ്ണിലെ കെട്ടും അഴിച്ച് അവരോട് സംസാരിക്കാതെ അവിടുന്ന് വേഗം രക്ഷപ്പെടാൻ പറയുന്നു. അങ്ങനെ ഓരോരുത്തരെയായി അഴിച്ച് ലാസ്റ്റ് ഹീജുവിനെ അടുത്തെത്തുമ്പോൾ ആ ആള് ജസ്റ്റ് ഒന്ന് സ്റ്റക്ക് ആവുന്നു. ഹീജുവിന്റെ കെട്ടൊന്നും അഴിക്കാതെ അവളെ അതേപടി കൈ പിടിച്ച് കാറിലിരുത്തി അവിടുന്ന് കൊണ്ടുപോകുന്നു. അപ്പോഴേക്കും ആ ടെററിസ്റ്റ് അവിടേക്ക് വന്നിരുന്നു. അങ്ങനെ അവർ ആ കാർ ഫോളോ ചെയ്ത് പോകുന്നു. ഹീജുനെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകുന്ന ആള് ആ ടെററിസ്റ്റിന്റെ വെടിയൊന്നും ഹീജുന് കൊള്ളാതിരിക്കാൻ ഹീജുനെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ കുറെ ദൂരം പോയതിനു ശേഷം ആ ടെററിസ്റ്റിന് അവരുടെ കാറ് കാണാതെയാവുന്നു. അങ്ങനെ ആ ടെററിസ്റ്റ് പോയതിനു ശേഷം ആ ആള് കാറിൽ നിന്ന് ഇറങ്ങി ഹീജുന്റെ കയ്യിലെ കെട്ടും കണ്ണിലെ കെട്ടും അയക്കുന്നു. നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ അത് സയോൻ തന്നെ ആയിരുന്നു. നിന്റെ അടുത്തേക്ക് ഞാൻ അങ്ങോട്ട് വന്നോളാൻ പറഞ്ഞതല്ലേ, നിന്നോട് ആരും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്നൊക്കെ സയോൻ അവളോട് ചൂടായി ചോദിക്കുന്നു. നീ കാരണം എന്റെ എത്ര പ്ലാൻ തകർന്നിട്ടുണ്ട് എന്ന് നിനക്കറിയുമോ? സ്റ്റാർട്ടിങ് മുതലേ നീ ഇൻവോൾവ് ആയ എല്ലാ കാര്യത്തിലും നീ കാരണം എന്റെ പ്ലാനൊക്കെ തകർന്നിട്ടുണ്ട് എന്ന് സയോൻ പറയുന്നത് കേട്ട് ഹീജു എല്ലാം ഞാൻ തകർക്കും, നിന്റെ പ്ലാൻ ഒക്കെ ഞാൻ തകർക്കും. നിനക്ക് പ്ലാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ റിലേഷനിൽ എന്തെങ്കിലും പ്ലാൻ പ്രകാരം നടന്നിട്ടുണ്ടോ? എന്റെ പ്ലാൻ എന്തായിരുന്നു? നിന്നെ ഡിവേഴ്സ് ചെയ്യുക എന്നായിരുന്നില്ലേ? നിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടണം എന്നായിരുന്നില്ല എന്റെ ആഗ്രഹം. പക്ഷെ ഇപ്പൊ എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ല. നീ ഇല്ലാതെ പറ്റാഞ്ഞിട്ടാണ് ഞാൻ ഇത്രയും ദൂരം നിന്നെ അന്വേഷിച്ചിവിടെ വന്നത് എന്നൊക്കെ ഹീജു പറയുന്നത് കേട്ട് സയോൻ നിനക്ക് എല്ലാ കാര്യവും പറഞ്ഞിട്ട് എങ്ങനെ പറയാൻ പറ്റുന്നത് എന്ന് ചോദിക്കുന്നു. ഇപ്പോഴാണ് ഹീജുവിന് ഇനി അവളോട് പറഞ്ഞ കാര്യം ഓർമ്മ വന്നത്, സയോൻ ഇനി വരില്ല എന്ന കാര്യം. അതോർത്തുകൊണ്ട് ഹീജു എന്റെ ചേച്ചി നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അല്ല, അതിനു മുമ്പ് ആ കിഡ്നാപ്പർ എന്തായിരുന്നു നിന്നോട് പറഞ്ഞിരുന്നത്? നീ എന്തുകൊണ്ടാണ് അന്ന് എന്നെ അങ്ങനെ നോക്കിയിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ കിഡ്നാപ്പർ പറഞ്ഞ കാര്യമാണ് ഇനി കാണിക്കുന്നത്. നിനക്കറിയോ, നിന്റെ അച്ഛനായ ചെയർമാൻ പെക്കാണ് ഹീജുവിന്റെ അനിയനെ കൊന്നത്. ഹീജുവും അവളുടെ ഫാമിലിയും യാത്ര ചെയ്ത കാറ് ഇടിച്ച് ആക്സിഡന്റ് ആക്കിയത് നിന്റെ അച്ഛനായിരുന്നു. ഈ കാര്യമായിരുന്നു അന്ന് കിഡ്നാപ്പർ സയോന്റെ ചെവിയിൽ പറഞ്ഞിരുന്നത്. ഇനിയൊരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. സയോൻ ഇവിടെ നിന്നൊക്കെ പോകുന്നതിന് മുമ്പ് ഇനയെ കാണാൻ വേണ്ടി വിളിച്ചിരുന്നു. നീ ഇപ്പൊ എല്ലാ കാര്യങ്ങളും അറിഞ്ഞോ എന്ന് ഇന അവനോട് ചോദിക്കുമ്പോൾ ഹീജുവിന് ഇതൊക്കെ അറിയുമോ എന്ന് സയോൻ തിരിച്ചു ചോദിക്കുന്നു. അവൾക്ക് എല്ലാ കാര്യവും അറിയാം. എല്ലാം അറിഞ്ഞുകൊണ്ടാണ് അവൾ നിന്റെ കൂടെ നിന്നത് എന്നറിയുമ്പോൾ സയോൻ ഒരുപാട് കരയുന്നു. ഇതൊക്കെ കേട്ട് ഹീജു ഇതുകൊണ്ടാണോ നീ എന്നെ ഉപേക്ഷിച്ചു പോയത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിന്നെ ഉപേക്ഷിച്ചു പോയതല്ല, എപ്പോഴും നിന്നെ പ്രൊട്ടക്ട് ചെയ്യുക എന്നതായിരുന്നു എന്റെ ലക്ഷ്യം. പക്ഷേ ആ ഞാൻ കാരണമാണ് നിന്റെ അനിയൻ നഷ്ടപ്പെട്ടതെന്നും നിനക്ക് നിന്റെ കുട്ടിക്കാലം നഷ്ടപ്പെട്ടത് എന്നൊക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ സാധിച്ചില്ല. എനിക്ക് എന്നെ തന്നെ പണിഷ് ചെയ്യണമായിരുന്നു. നിനക്കിതൊക്കെ പ്രശ്നമില്ല എന്ന് പറഞ്ഞപ്പോഴും ഞാൻ അതുപോലെ ജീവിക്കാൻ നോക്കി. പക്ഷേ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നാൻ തുടങ്ങി. എനിക്ക് എന്നോട് തന്നെ ക്ഷമിക്കാൻ പറ്റുന്നത് വരെ ഇങ്ങനെ എന്നെ പണിഷ് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിച്ചത് എന്നൊക്കെ സയോൻ പറയുന്നത് കേട്ട് ഇനിയും എത്ര കാലം ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യണം എന്ന് ഹീജു ചോദിക്കുന്നു. നിനക്കറിയാം, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇത്രയും കാലം മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടൊക്കെ വേർപെട്ടിരിക്കുകയായിരുന്നു. ഇനിയും ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം എന്നാണ് നീ പറയുന്നത്? എത്ര കാലം ഞാൻ ഇനി വെയിറ്റ് ചെയ്യണം എന്നൊക്കെ ഹീജു കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു. നിനക്ക് പണിഷ്മെന്റ് വേണമെങ്കിൽ ഞാനല്ലേ നിന്നെ പണിഷ് ചെയ്യണത് എന്ന് ഹീജു കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ നീ ഇപ്പോൾ എന്നെ പണിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് സയോൻ പറയുന്നു. നീ ഇപ്പോൾ എൻ്റെ കൺമുന്നിലുണ്ട്, എനിക്ക് നിന്നെ ഹഗ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്, ഞാനത് കൺട്രോൾ ചെയ്ത് നിൽക്കുന്നത് നിനക്ക് കാണുന്നില്ലേ എന്ന് സയോൻ ചോദിക്കുമ്പോൾ ഞാനിനി ഒന്നിനു വേണ്ടി വെയിറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് ഹീജു സയോനെ കിസ് ചെയ്യുന്നു. അവരെന്നിട്ട് സയോൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു.
അവിടെ വെച്ച് അവർക്കിടയിൽ ഇന്റിമേറ്റ് മൊമെന്റ് ഡെവലപ്പ് ആകുന്നു. ഹീജു അവന്റെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അതിൽ കുറെ സൺസെറ്റിന്റെ പിക്ചേഴ്സ് കാണുമ്പോൾ നമ്മൾ 3 വർഷമായി ജീവിച്ചിട്ടും ഞാൻ ഇപ്പോഴാണ് നിന്റെ ഫോണിൽ ഈ ഫോട്ടോസ് ഒക്കെ കാണുന്നത് എന്ന് പറയുമ്പോൾ സയോൻ പറയുന്നു അവന് സൺസെറ്റ് കാണുമ്പോൾ ഹീജുവിന് ഓർമ്മ വരും, അതുകൊണ്ടാണ് അവൻ സൺസെറ്റിനെ വളരെ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണോ നീ അർഗനിലേക്ക് വന്നത് എന്ന് ഹീജു ചോദിക്കുമ്പോൾ ഈ സ്ഥലം നിന്നിൽ നിന്ന് കുറെ ദൂരെയുമാണ്, പക്ഷെ എനിക്കിവിടെ നിന്നെ കാണാനും സാധിക്കും. പക്ഷെ നിന്നെ ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. 604 എന്ന നമ്പറിൽ നിന്നായിരുന്നില്ലേ നീ എന്നെ വിളിച്ചത് എന്ന് ഹിജു ചോദിക്കുമ്പോൾ അന്ന് എനിക്ക് നിന്റെ സൗണ്ട് കേൾക്കാൻ തോന്നി, അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്. പക്ഷേ അത് കാരണം നീ ഇവിടെ എത്തുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. നീ എന്തിനാ എൻ്റെ പേരിൽ സൈൻ ലാംഗ്വേജ് സ്കൂളിൽ 2 ബില്യൺ ഡൊണേറ്റ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ നീ ഒരു എഗ്രിമെന്റ് വെച്ചിരുന്നില്ലേ, ഞാൻ നിന്നിൽ നിന്നും ഡിവോഴ്സ് ആവശ്യപ്പെടുകയോ നിന്നെ ഡിവോഴ്സ് ചെയ്യുകയോ ചെയ്താൽ 2 ബില്യൺ ആണ് നഷ്ടപരിഹാരമെന്ന്. പെക്സോനായ ഞാൻ ഹീജുവിനെ ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണ്, എന്നിട്ട് ഈ പെക്സോനല്ലാത്ത ഞാൻ നിന്നെ വിവാഹം കഴിക്കും എന്ന് സയോൻ പറയുന്നു. അങ്ങനെ അവർ തിരിച്ചു കൊറിയയിലേക്ക് എത്തി സയോന്റെയും ഹീജുവിന്റെയും കല്യാണം ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോ അവരുടെ വീട്ടിലേക്ക് കാങ്ങും അവരുടെ ഒരു സ്റ്റാഫും യൂറിയും സാങ്വുവും ഹൊഗ്ജിനും ഒക്കെ അവരെ കാണാൻ വന്നിരിക്കുകയാണ്. കുറെ കാലത്തിന് ശേഷം സയോനെ കാണാൻ പോകുന്നത് കൊണ്ട് തന്നെ കാങ് ഭയങ്കര നെർവസ് ആയിരുന്നു. സാങ്വുവിനോട് നമുക്ക് പൊസിഷൻ മാറിയാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹൊഗ്ജിൻ പറയുന്നു ഇത് പ്രസിഡൻഷ്യൽ ഓഫീസ് ഒന്നും അല്ലല്ലോ, സയോൻ ഇപ്പോൾ സ്പോക്സ് പേഴ്സണും അല്ല, പിന്നെ എന്തിനാ പേടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞവരെ നിൽക്കുകയാണ്. അങ്ങനെ സയോൻ ഡോർ തുറന്ന് അവരെല്ലാവരും അകത്തേക്ക് കയറുന്നു. അങ്ങനെ അവരെല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ ഈ ഫുഡൊക്കെ ഹീജു ഉണ്ടാക്കിയതാണോ, നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് എല്ലാവരും പറയുന്നത് കേൾക്കുമ്പോൾ സയോൻ പറയുന്നു അല്ല അത് ഞാനാണ് ഉണ്ടാക്കിയത് എന്ന്. അപ്പൊ എല്ലാവരും നീയാണ് ഇത് ഫുഡൊക്കെ ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുമ്പോൾ കാങ് സയോനെ കളിയാക്കി പറയുന്നു ഓ ഭാര്യയുടെ വിരല് പോലും ഇളകാൻ സമ്മതിക്കില്ല അല്ലേ, ഞാൻ നിന്നെ നന്നായി ട്രെയിൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സയോൻ പറയുന്നു അതൊന്നുമല്ല കാര്യം, ഹീജു കുക്ക് ചെയ്ത ഇത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ തന്നെ കുക്ക് ചെയ്തത് എന്ന് സയോൻ പറയുമ്പോൾ ഹീജു അവന്റെ വായ പൊത്തി പിടിക്കുന്നു. അപ്പൊ ഹീജുവിന്റെ കയ്യിലെ റിങ് കണ്ടിട്ട് യൂറി നിന്റെ റിങ് കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറയുന്നു. ഹൊഗ്ജിൻ ചോദിക്കുന്നു നീ പേര് മാറ്റിയെന്ന് പറഞ്ഞല്ലോ, എന്താ നിന്റെ പുതിയ പേര് എന്ന് ചോദിക്കുമ്പോൾ ഹീജു പറഞ്ഞു കൊടുക്കുന്നു പെക് യുയോങ്. അങ്ങനെ നമ്മൾ സയോൻ പെക് സയോൻ എന്ന പേരിൽ നിന്ന് മാറി പെക് യുയോങ് എന്നായി മാറിയിരിക്കുകയാണ്. ഇനി എപ്പോഴാണ് പ്രസിഡൻഷ്യൽ ഓഫീസിൽ ജോയിൻ ചെയ്യുന്നത് എന്ന് കാങ് ചോദിക്കുമ്പോൾ ഞാൻ അവിടെ ഇനി ജോയിൻ ചെയ്യുന്നില്ല എന്നാണ് സയോൻ പറയുന്നത്. പിന്നെ എന്താ നിന്റെ പ്ലാൻ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടി സയോനെയും ഹീജുവിനെയും കൺഗ്രാജുലേറ്റ് ചെയ്യുമ്പോൾ സാങ്വു പറയുന്നു ഞങ്ങളെ കൂടി കൺഗ്രാജുലേറ്റ് ചെയ്യൂ എന്ന്. അപ്പൊ എല്ലാവരും അവരെ നോക്കുമ്പോൾ യൂറി പറയുന്നു ഞങ്ങളും മാരി ചെയ്യാൻ പോവുകയാണെന്ന്. അപ്പൊ അവിടെ ഇരിക്കുന്ന എല്ലാവരും ഷോക്കായും കൊണ്ട് അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ കുറെ കാലത്തിന് ശേഷം അവരെല്ലാവരും ഹാപ്പിയായി ചിരിച്ച് സംസാരിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നു. സയോൻ അവന്റെ ചെറുപ്പത്തിൽ വളർത്തിയ ആ ഫിഷ് മാർക്കറ്റിലെ ആളെ കാണാനൊക്കെ വന്നിരിക്കുകയാണ്. സയോന്റെ ഫേവറേറ്റ് ഫിഷ് ഒക്കെ കുക്ക് ചെയ്ത് സയോന് കഴിക്കാനായിട്ട് അയാൾ കൊടുക്കുന്നുണ്ട്. ഹീജു അവളുടെ പാരന്റ്സിന്റെ അടുത്ത് വന്നിട്ട് അവള് മാരേജ് രജിസ്റ്റർ ചെയ്ത കാര്യം പറയുമ്പോൾ അവളുടെ അമ്മ കുറച്ച് ദേഷ്യത്തില് നിന്റെ ജീവിതം നിനക്ക് ഇഷ്ടപ്പെട്ട പോലെ ജീവിക്കും എന്നല്ലേ നീ പറഞ്ഞത്, നീ ആ വാറ് നടക്കുന്ന സ്ഥലത്തേക്ക് വരെ പോയില്ലേ, ഇപ്പോ ഞങ്ങളോട് ആരോടും പറയാതെ മാരേജും ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് കേട്ട് ഹീജുവിന്റെ അച്ഛനാണെങ്കിൽ നീ അവൾ ചിരിക്കുന്നത് കണ്ടിട്ടില്ല എന്നല്ലേ പറഞ്ഞത്, ഇപ്പൊ അവളുടെ മുഖത്തേക്ക് നോക്കൂ അവൾ ഒരുപാട് ചിരിക്കുന്നുണ്ട്, അതുപോലെ നിനക്ക് എന്ന് ചോദിക്കുന്നു. അങ്ങനെ അവളെ പാരന്റ്സിന്റെ അടുത്ത് നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഈന അവളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയത് മുതൽ ഞാൻ നിന്നോട് ഒരുപാട് തവണ അടുക്കാൻ ശ്രമിച്ചു, അതൊക്കെ കുറച്ച് പാടായിരുന്നു. പിന്നീട് കുറെ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്തത് കറക്റ്റായ രീതിയിലല്ലായിരുന്നു എന്നും പറഞ്ഞ് ഈന അവളോട് ചെറുപ്പത്തിൽ ഈന കാരണം അവൾ അനുഭവിച്ചതിനും ഇനയ്ക്ക് പകരം ബൈസ്റ്റാൻഡറായി നിൽക്കേണ്ടി വന്നതിനുമൊക്കെ സോറി ചോദിക്കുന്നു. ഇതൊക്കെ കേട്ട് ഹീജു ഞാൻ എൻ്റെ പാസ്റ്റ് എല്ലാം മറക്കാൻ പോവുകയാണ്, ചേച്ചിയും അതൊക്കെ മറക്കണം, ചേച്ചിയും ഹാപ്പിയായി ജീവിക്കണം എന്നൊക്കെ ഹീജു പറയുന്നു. അങ്ങനെ യൂറി ന്യൂസ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ സൈഡിൽ ഹീജു സൈൻ ലാംഗ്വേജ് ഇന്റർപ്രിറ്റർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. കൊറിയയിലെ ഒരുപാട് പേരെ കിഡ്നാപ്പ് ചെയ്ത് പോയിട്ടുണ്ടെന്നോ അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സയോൻ മറ്റൊരു രാജ്യത്തേക്ക് നെഗോഷിയേറ്റർ ആയി പോയിട്ടുണ്ട് എന്നൊക്കെയാണ് യൂറി ന്യൂസ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ട് ഹീജു നന്നായിട്ട് ടെൻഷൻ ആവുന്നുണ്ട്. അങ്ങനെ ന്യൂസൊക്കെ വായിച്ച് ബ്രേക്ക് ആയപ്പോൾ തന്നെ ഹീജു സയോനെ വിളിക്കുന്നു. പക്ഷെ സയോനെ കിട്ടുന്നുണ്ടായിരുന്നില്ല. തിരിച്ച് ഹീജു വീട്ടിലെത്തിയപ്പോൾ സയോൻ തിരിച്ച് അവളെ വിളിക്കുന്നു. ഫോൺ എടുത്തപാടെ നീ ഇപ്പൊ എവിടെയാ, നിനക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ ഹീജു ചോദിക്കുമ്പോൾ ഇവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞു, ഞാൻ നാട്ടിലേക്ക് വരാൻ പോവുകയാണ് എന്ന് സയോൻ പറയുന്നു. അപ്പോൾ സയോന്റെ അടുത്തേക്ക് ദോജ വന്നിട്ട് നമുക്ക് പോവാനുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട് എന്ന് പറയുന്നു. ദോജയെ വീണ്ടും സയോൻ തന്റെ വലങ്കയായിട്ട് കൂട്ടിയിരിക്കുകയാണ്. നിന്നെ എത്ര നേരമായിട്ട് വിളിക്കുന്നു, എന്താ നിന്നെ കിട്ടാത്തത് എന്ന് ഹീജു ചോദിക്കുമ്പോൾ എല്ലാം ഫോർമൽ ആയിട്ടാണ് സയോൻ ഉത്തരം പറയുന്നത്. നീ എന്താ ഇങ്ങനെ പറയുന്നത് എന്ന് ഹീജു ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നതിന് എന്താ കുഴപ്പം 406 എന്ന് സയോൻ ചോദിക്കുന്നു. ഇത് കേട്ട് ഹീജു ഓഹോ നീ 406നെ അത്രയ്ക്ക് മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, അവളാണെങ്കിൽ അവൾക്ക് പറയേണ്ടതൊക്കെ കറക്റ്റായിട്ട് പറയുമായിരുന്നു,
എനിക്ക് സങ്കടം വരും എന്ന് വെച്ച് ഒന്നും പറയാതെ നിൽക്കില്ലായിരുന്നോ? എൻ്റെ വൈഫും അങ്ങനെയാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് സയൻ പറഞ്ഞത് കേട്ട് ഞാൻ അങ്ങനെ ആവുകയൊക്കെ ചെയ്യാം, അങ്ങനെ ആയാൽ നീ എനിക്ക് എന്താ ചെയ്യുക എന്ന് ഹീജു ചോദിക്കുമ്പോൾ 406 ചോദിക്കുന്ന എന്തും ഞാൻ ചെയ്തു കൊടുക്കും. നീ എപ്പോൾ വിളിച്ചാലും അപ്പം തന്നെ ഞാൻ ഫോൺ എടുക്കും എന്ന് സയൻ പ്രോമിസ് ചെയ്യുന്നു. ഇത് കേട്ട് ഹീജു അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എൻ്റെ അടുത്തേക്ക് വരണം എന്ന് സയോനോട് പറയുന്നു. അങ്ങനെ സയോനും ഹീജുവും കൂടി നടന്നു പോവുകയാണ്. അന്ന് ഹീജുവിനെ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് സയൻ പറഞ്ഞ ഡയലോഗാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഒരു കപ്പിളുണ്ട്, അവർ പരസ്പരം അവരുടെ ഫീലിങ്സ് തുറന്ന് പറയാതെ ജീവിക്കുകയാണ്. ഒരുപക്ഷെ അവർ എഫേർട്ട് എടുത്താൽ അവർക്ക് സാധാരണ കപ്പിൾസിനെ പോലെ ജീവിക്കാൻ പറ്റുമോ എന്ന് ഇനി അത് മാറ്റി പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു കപ്പിളുണ്ട്, അവർ എല്ലാ കാര്യവും ഷെയർ ചെയ്യും എന്ന് പ്രോമിസ് ചെയ്തതുകൊണ്ട് അവർ ഹാപ്പിയായി ജീവിക്കുന്നു. അവരുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും എല്ലാം അവർ തുറന്നു പറഞ്ഞ് ഒരു സാധാരണ കപ്പിൾസിനെ പോലെ അവർ ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചിരിച്ചു കളിച്ച് നടക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഡ്രാമ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു പുതിയ ഡ്രാമയായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.